തിരുവനന്തപുരം നെട്ടയത്ത് ബി.ജെ.പി. പ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ വൻ സംഘർഷം. CPIM പ്രവർത്തകൻ ബി.ജെ.പി. പ്രവർത്തകയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് ആരോപിച്ചാണ് സംഘർഷം ആരംഭിച്ചത്. പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കെതിരെയും ബി.ജെ.പി. പ്രവർത്തകരുടെ കയ്യേറ്റം ഉണ്ടായി. ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹിയുടെ വീടിന് നേരെ അജ്ഞാതരുടെ ആക്രമണ ശ്രമവും ഉണ്ടായി. 3 അംഗ സംഘം വടിവാളുമായി എത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ദേവൻ എം.പി. ചേരുന്നുണ്ട്. ദേവൻ, സമാനതകളില്ലാത്ത അക്രമ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നെട്ടയത്തു നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നീക്കങ്ങളും നടപടികളും എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. അതിനനുസരിച്ച് ഇന്നും ശക്തമായ രീതിയിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ BJPയുടെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ രാത്രിയോട് കൂടിയാണ് നെട്ടയം മലമുകളിൽ ഇത്തരത്തിൽ BJP പ്രവർത്തകരും ഒപ്പം തന്നെ പ്രദേശത്തെ നാട്ടുകാരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അതിന്റെ തുടക്കമെന്ന് പറയുന്നത് 2 അയൽക്കാർ തമ്മിലുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു. അതിൽ BJP നേതാവിന്റെ ഭാര്യയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചു എന്നാരോപിച്ചുകൊണ്ട് BJP പ്രവർത്തകർ അവിടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പിന്നീട് ഈ പരാതി നൽകി തിരികെ മടങ്ങിയെത്തിയ BJP പ്രവർത്തകനെ CPM പ്രവർത്തകർ ചേർന്ന് വെച്ചുകൊണ്ട് അവിടെ തടഞ്ഞു വെച്ച് മർദ്ദിച്ചതായാണ് BJP പ്രവർത്തകർ ഇന്നലെ ആദ്യം ഉന്നയിച്ച ആരോപണം. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ രാത്രിയോട് കൂടി തന്നെ ഈ BJP പ്രവർത്തകരെ പിന്തുണയുമായിക്കൊണ്ട് കൂടുതൽ BJP പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുകയും സമീപ പ്രദേശങ്ങളിൽ നടക്കം BJP പ്രവർത്തകർ ആ സ്ഥലത്തേക്ക് എത്തുകയുമായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരും ഒപ്പം തന്നെ ഈ BJP പ്രവർത്തകരും ഇരുവശങ്ങളിലായി നിന്നുകൊണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു സംഘർഷം അല്ലെങ്കിൽ വാക്കുതർക്കം ഒക്കെ നടക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. തുടർന്ന് കൂടുതൽ CPM പ്രവർത്തകർ കൂടി അവിടേക്ക് എത്തിയത് കൂടി തന്നെ അതൊരു രാഷ്ട്രീയ വിഷയം എന്നുള്ള രീതിയിൽ പിന്നീട് അത് മാറുകയായിരുന്നു. തുടർന്ന് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിക്കൊണ്ട് അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ആ സമയത്ത് ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കല്ലേറും ഒപ്പം തന്നെ കല്ലുകളും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു കല്ലേറും സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായി. തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ദീപുവിന് ഈ ഒരു സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് BJP പ്രവർത്തകർ സംഘമായി ചേർന്നുകൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഇടയിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഈ ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായിട്ടാണ് പെരുമാറുന്നതെന്നും BJP പ്രവർത്തകർ നൽകുന്ന പരാതിയിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. മുൻപ് തിരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിൽ BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീലേഖയുടെ പ്രചരണ വാഹനങ്ങൾ അന്യായമായി തടഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ BJP പ്രവർത്തകർക്കെതിരെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ നടപടിയെടുക്കുമെന്നുള്ളത് തന്നെ അന്ന് മുതൽ തന്നെ BJP പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു കാരണമാണ്. തുടർന്ന് ഇന്നലെ രാത്രിയിലും ഇത്തരത്തിൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ആരോപണ വിധേയനായിട്ടുള്ള ഒരു പോലീസുകാരൻ ആ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ വീണ്ടും ഈ പിന്തിരിയാൻ നിന്ന പ്രവർത്തകർ വീണ്ടും സംഘടിതമായി സ്റ്റേഷനിലെ മുന്നിലേക്ക് വീണ്ടും തടിച്ചുകൂടി എത്തുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ഈ സംഭവങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ വിശദാംശങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയും BJP പ്രവർത്തകർ തിരികെയുണ്ടായിരുന്നത്. വനിതാ മാധ്യമപ്രവർത്തകർക്ക് അടക്കം BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. തുടർന്ന് മറ്റ് മാധ്യമപ്രവർത്തകരും എല്ലാവരും തന്നെ ഇടപെട്ടുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അവിടെ ഒരു അയവ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് രാത്രിയും മലമുകളിൽ അല്ലെങ്കിൽ നെട്ടയം ഭാഗത്തെല്ലാം തന്നെ ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി ഏറെ വൈകിയും പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് AR ക്യാമ്പിൽ നടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാത്രി അവിടുത്തെ നെട്ടയം DYFI മേഖല ട്രഷറായിട്ടുള്ള വ്യക്തിയുടെ വീടിന് നേരെ ഇത്തരത്തിലൊരു അജ്ഞാതരുടെ അക്രമശ്രമം ഉണ്ടാകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു 3 അംഗ സംഘം അവിടെ വാഹനത്തിലെത്തുകയും ആ വീടിന് മുന്നിൽ ഗേറ്റിലടക്കം അത് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ഈ സംഘത്തിന്റെ കയ്യിൽ വടിവാളടക്കമുള്ള ആയുധങ്ങൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. പിന്നീട് ഇപ്പോൾ രാത്രി തുടർന്നും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സേവനം ഇന്നും അവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും മലമുകൾ അല്ലെങ്കിൽ ആ നെട്ടയം ഭാഗത്തെല്ലാം തന്നെ BJPക്ക് വ്യക്തമായ ഒരു സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെ നിന്നും BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൗൺസിലർമാരടക്കം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേഖല കൂടിയാണ്. അവിടെ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ഒരു സംഘർഷ സാധ്യത തുടരാനുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസിന്റെ കാവൽ ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ്. ഗൗതം.